സുധിച്ചേട്ടനെ മറന്ന് മറ്റൊരു ബന്ധത്തെ പോവാൻ താല്പര്യമുണ്ടോ? ഉണ്ട്. ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് ആ വീട് എങ്ങനെയെങ്കിലും സെയിൽ ചെയ്യണം. അപ്പോൾ അതിനായിട്ടുള്ള ഒരു സംഭവമാണ്, ഒരു ഏർപ്പാടാണ് ഇപ്പോൾ നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇത് വേറെ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. നിങ്ങൾ ജസ്റ്റ് വീഡിയോ എടുത്ത് തന്നാൽ മാത്രം മതി. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ച് ദിവസങ്ങളായിട്ട് ഇൻസ്റ്റഗ്രാമിൽ വന്ന് എൻ്റെ പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സിൽ കുറച്ച് ആളുകൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. എന്താടാ ഇപ്പോൾ പഴയതുപോലെ വീഡിയോയ്ക്കൊന്നും റീച്ച് ഇല്ലാത്തത്, വ്യൂസ് ഒന്നും ഇല്ലല്ലോ എന്നുള്ളൊരു ചോദ്യം കുറച്ച് ദിവസങ്ങളായിട്ട് എന്നോട് ചോദിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ 2 ആഴ്ചയായി മര്യാദയ്ക്ക് എനിക്ക് വ്യൂസ് എന്തെങ്കിലും എൻ്റെ വീഡിയോയ്ക്ക് കിട്ടിയിട്ട്. എൻ്റെ ചാനലിന് എന്തോ നല്ല ഒരു പണി കിട്ടിക്കിടക്കുകയാണ്, അതുകൊണ്ടാണ് വ്യൂസ് ഇല്ലാത്തത്. ഒരുപാട് ആളുകളിലേക്കൊന്നും എൻ്റെ വീഡിയോ ചെല്ലുന്നില്ല. എൻ്റെ സബ്സ്ക്രൈബേഴ്സിൽ തന്നെ കുറേ ആളുകൾക്കൊന്നും നോട്ടിഫിക്കേഷൻ ചെല്ലുന്നില്ല എന്നറിയാൻ സാധിച്ചു. കൂടാതെ നമ്മുടെ യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യും വീഡിയോസൊക്കെ. നേരത്തെയൊക്കെ നമ്മുടെ വീഡിയോ ഒക്കെ റെക്കമെൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോൾ 2 ആഴ്ചയായിട്ട് റെക്കമെൻഡേഷൻ ലിസ്റ്റിലും നമ്മുടെ വീഡിയോ ചെല്ലുന്നില്ല. എന്തോ ടെക്നിക്കൽ ഇഷ്യൂ ആണെന്നാണ് അറിയാൻ സാധിച്ചത്. കുറച്ച് സമയമെടുക്കും ഇത് മാറി വരാൻ. ഞാനിത് പറയാനുള്ളൊരു കാര്യം, ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഇപ്പോൾ എൻ്റെ ചാനലിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നുണ്ട്. എനിക്കിപ്പോൾ അത് മനസ്സിലാക്കാൻ സാധിച്ചത്, ഞാൻ സോഷ്യൽ റിലവൻ്റ് ആയിട്ടുള്ള കണ്ടന്റുകളും എൻ്റെ ഈ ഒരു ചാനലിൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അതൊന്നും കാണുന്നില്ല. നേരെ മറിച്ച് രേണു സുധി, ഷാജിദ ഷാജി, അർജയ് അഞ്ജലി, ഇങ്ങനെയുള്ള ചില ടോട്ടൽ പരദൂഷണം വീഡിയോ മാത്രമേ നമ്മുടെ കയ്യിൽ വരുന്നുള്ളൂ. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം. അപ്പോൾ എൻ്റെ സൈഡിൽ നിന്ന് ഇങ്ങനെയുള്ള ഈ സോഷ്യൽ കണ്ടന്റുകളൊക്കെ കണ്ടുകൊണ്ടിരുന്ന ആളുകളോടാണ് ഞാൻ വേറൊന്നും കൊണ്ടല്ല ചെയ്യാത്തത്. റീച്ച് ഇല്ല, തീരെ നമുക്ക് വ്യൂസ് ഇല്ല. സോഷ്യൽ റിലവൻ്റ് ആയിട്ടുള്ള കണ്ടന്റുകൾ ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് ഇപ്പോൾ ഈ അഹമ്മദാബാദ് ഇഷ്യൂ ഒക്കെ ഞാനെടുത്ത് ചെയ്യണമെങ്കിൽ അതിൻ്റെതായിട്ടുള്ള എഫേർട്ട് ഉണ്ട്. ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നതൊന്നും എഫേർട്ട് ഇല്ല എന്നല്ല, ആ കറണ്ട് പോലും ഇല്ല, ചൂടത്തത് ഇതൊക്കെ ഇങ്ങനെ വീശിക്കൊണ്ടൊക്കെയാണ് ഞാൻ ഇടയ്ക്കിരുന്ന് വീഡിയോ ചെയ്യുന്നത്. എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷേ സോഷ്യൽ റിലവൻ്റ് ആയിട്ടുള്ള കണ്ടന്റുകൾ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് റിസർച്ച് ഉണ്ട്, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ തപ്പി പിടിച്ചൊക്കെ വന്നിട്ടാണ് നിങ്ങളോടിരുന്ന് സംസാരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ എനിക്ക് അത്രയും ചെയ്യാനായിട്ടുള്ളൊരു എന്താണ് മെൻ്റൽ സ്റ്റെബിലിറ്റി എന്ന് വേണമെങ്കിൽ പറയാം. സത്യത്തിൽ കിളി പോയിരിക്കുക വ്യൂസ് ഇല്ലാത്തത് കൊണ്ട്. അപ്പം നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് വന്നിരുന്ന ഒരു വീഡിയോ ചെയ്ത് അതിന് റീച്ച് ഇല്ലാതെ വരുമ്പോൾ മാനസികമായിട്ട് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ട് വരും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയുള്ള കണ്ടന്റുകൾ ചെയ്യാത്തത്. നിങ്ങൾ എന്നോട് ക്ഷമിക്കുക. അല്ലാതെ എനിക്ക് ചെയ്യാൻ തീരെ ഇൻട്രസ്റ്റ് ഇല്ലായിട്ടൊന്നുമല്ല. എനിക്ക് അങ്ങനെയുള്ള കണ്ടന്റുകൾ ചെയ്യുന്നതാണ് എപ്പോഴും ഇഷ്ടം. കഴിഞ്ഞ മാസത്തെയൊക്കെ നിങ്ങൾ എൻ്റെ ഒരു വീഡിയോസൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഒരുപാട് ഇവിടെ നടക്കുന്ന പ്രശ്നങ്ങളൊക്കെ എടുത്ത് ഞാൻ റിയാക്ട് ചെയ്തതാണ്. ഇപ്പോൾ പക്ഷേ ഈ വ്യൂസ് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ചെയ്യാത്തത്. നിങ്ങൾ അതൊന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ സപ്പോർട്ടും കൂടെ ഉണ്ടെങ്കിൽ അധികം വൈകാതെ തന്നെ നമ്മുടെ ചാനൽ ബാക്ക് ആവും. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും സോഷ്യൽ ഉണ്ടായിട്ടുള്ള കണ്ടന്റ് മിക്ക ദിവസവും ഞാൻ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ഇതാ വീണ്ടും നമ്മുടെ രേണു സുധിയായിട്ട് വന്നിരിക്കുകയാണ് ഞാൻ. താല്പര്യമില്ലാത്തവർ കാണണ്ട, അല്ലാതെ അൺസബ്സ്ക്രൈബ് ചെയ്ത് ഇറങ്ങി പോകാതിരിക്കുക. ഒരുപാട് പോകുന്നുണ്ട്. കാരണം കുറേ ആളുകൾക്ക് നമ്മുടെ സ്ഥിരം വ്യൂവേഴ്സിന് ചിലപ്പോൾ ചെല്ലുന്ന ആളുകൾക്ക്, ഈ നോട്ടിഫിക്കേഷൻ ചെല്ലുന്ന ആളുകൾക്ക് ഈ സാധനം കാണണ്ടാത്തവരായിരിക്കും. അപ്പോൾ ഉടനെ അവർ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോകും. ബാക്കി ഇത് കാണേണ്ട ആളുകളിലേക്ക് ഇത് ചെല്ലുന്നില്ല. അതെനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. കാരണം രേണുസുധിയിലേക്ക് ഞാൻ നേരത്തെ വല്ലപ്പോഴുമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഒരുപാട് വ്യൂസ് കിട്ടിക്കൊണ്ടിരുന്നതാണ്. ഇപ്പം ഇല്ല. അതിൻ്റെ മെയിൻ റീസൺ ഇത് കാണുന്ന ആൾക്കാരിലേക്ക് ഇത് ചെല്ലുന്നില്ല. അതെനിക്ക് മനസ്സിലായി. നമ്മുടെ ടെക്നിക്കൽ ടീമും അത് പറഞ്ഞു. പക്ഷേ മെല്ലെ മിക്കവാറും 1-2 ആഴ്ചയ്ക്കുള്ളിലേ അത് മാറുകയുള്ളൂ. അതുവരെ നമുക്ക് ഇടാതിരിക്കാൻ പറ്റില്ലല്ലോ, നമ്മുടെ അന്നമായി പോയില്ലേ, അതുകൊണ്ടാണ് ഇട്ട് കൊടുക്കുന്നത്. പക്ഷെ നിങ്ങൾ വിചാരിക്കുന്ന ഒന്നും നമുക്ക് കിട്ടുന്നില്ല ഈ സമയങ്ങളിൽ. പക്ഷെ വേണ്ട, നമുക്ക് ഇഷ്ടപ്പെട്ടൊരു ജോലിയാണ്, ഞാൻ ചെയ്തുകൊണ്ടേയിരിക്കും. ഇപ്പോൾ രേണു സുധിയുമായി റിലേറ്റ് ചെയ്ത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് സംഗതി വേറൊന്നുമല്ല, രേണു സുധിയുടെ ഷോർട്ട് ഫിലിമിലൊക്കെ അഭിനയിക്കുന്ന നായകനും കൂടെ ഒരു പ്രൊമോഷൻ നടത്തി. ഒരു പ്രൊമോഷൻ വീഡിയോ ഇവർ ഇൻസ്റ്റാഗ്രാമിൽ ചെയ്തു. അതായത് മറ്റേ നമ്മുടെ ഈ പാണ്ടിക്കാട് കുഞ്ഞാനൊക്കെ ചെയ്ത കണക്ക് ലക്കി ഡ്രോ തട്ടിപ്പ്, അങ്ങനെ തന്നെ പറയണം. ഇതൊരു പഴയ ഒരു വീട് എടുത്തോണ്ട് വന്ന് അത് 500 രൂപ നിങ്ങൾ കൊടുക്കൂ, നിങ്ങൾക്ക് വീട് കിട്ടും, കാറ് കിട്ടും, പുതിയ ബൈക്ക് കിട്ടും എന്നൊക്കെ പറഞ്ഞ് ഇവരൊരു പ്രൊമോഷൻ വീഡിയോ. ഞാനത് വീണ്ടും കാണിക്കുന്നില്ല, ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചതാണ്. ഞാനത് വീണ്ടും കാണിക്കാത്തതിൻ്റെ കാര്യം, ഇവരുടെ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ആ വീഡിയോ റിമൂവ് ചെയ്തു. പക്ഷെ അത് നമ്മുടെ കയ്യിൽ ഇരിപ്പുണ്ട്. എൻ്റെ പഴയ വീഡിയോ നോക്കി അതിനകത്ത് കിടക്കുന്നുണ്ട്. അവരിപ്പോൾ വന്നിട്ട് ഈ രേണു സുധി ഇതിനെപ്പറ്റി ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല. ഈ പ്രദീപ് എന്ന് പറയുന്ന പയ്യൻ വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇവർക്ക് അബദ്ധം പറ്റിപ്പോയതാണ് എന്നൊക്കെ, ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു, ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ഈ പയ്യൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ ഈ പയ്യനെക്കാട്ടിലും മുമ്പ്, അല്ലെങ്കിൽ ആളുകൾ പ്രതീക്ഷിക്കുന്നത് രേണു സുധി ഇതുമായി ബന്ധപ്പെട്ട് തെറ്റുപറ്റിയെങ്കിൽ അത് വന്ന് ഏറ്റു പറയുന്നതാണ്. പക്ഷേ രേണു സുധി അത് ആവശ്യമില്ല, സ്റ്റാറായി പോയി, ഇനി ക്ഷമ പറയേണ്ട കാര്യമൊന്നും കാണില്ല. ആ ഒരു മൂഡിലായിരിക്കും.
രേണുസുതി ഒരു വാക്ക് പോലും മിണ്ടിയിട്ടില്ല ഇതുമായി ബന്ധപ്പെട്ട്. പ്രദീപ് എന്ന് പറയുന്ന പയ്യൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, നമുക്ക് അതൊന്ന് കേൾക്കാം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കേട്ട് ഇവന് മാപ്പ് കൊടുക്കേണ്ട കാര്യമൊന്നും ഇല്ല. മാപ്പ് നിങ്ങൾ തരണം, ക്ഷമിക്കണം എന്നൊക്കെയാണ് ഇവൻ പറയുന്നത്. അങ്ങനെ മാപ്പ് തരാൻ പറ്റില്ല മോനെ. കാരണം ഒരു കാര്യം ചെയ്യുന്നതിന് മുന്നേ അത് അന്വേഷിച്ചിട്ട് ചെയ്യണം. ഇത് തോന്നിവാസം വന്ന് കാണിച്ചു, അതും ആ വീടൊക്കെ നിനക്കൊക്കെ എങ്ങനെ പ്രൊമോട്ട് ചെയ്യാൻ തോന്നിയടാ? ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞതാ, പുല്ലും കയറി പാലും പിടിച്ച് കിടക്കുന്ന ഒരു വീട്, കൂടാതെ കാറ്, സെക്കൻഡ് പ്രൈസ് വലിയൊരു കാറ് സ്വിഫ്റ്റ് എങ്ങാണ്ട്, തേർഡ് പ്രൈസ് ബൈക്ക്, ഗോൾഡ് കോയിൻ. ഇതൊക്കെ കേൾക്കുമ്പോഴേ ഇതിനകത്തൊക്കെ തട്ടിപ്പുണ്ടെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധി നിനക്ക് നിന്റെ രേണു ചേച്ചിക്കും ഇല്ലെങ്കിൽ പരിപാടി നിർത്തി വീട്ടിൽ ഇരിക്കുക. അതേ പറയാൻ പറ്റുള്ളൂ. നിങ്ങൾ എന്തായാലും ഈ പ്രദീപ് എന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, ഒന്ന് കേൾക്കൂ. നമസ്കാരം, എൻ്റെ ഒരു പ്രതീക്ഷയാണ്. അപ്പോൾ ഞാൻ വേറെ ഒന്നല്ല, ജസ്റ്റ് ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. ഇപ്പോൾ രണ്ട് ദിവസം മുമ്പ് ഞാനൊരു നറുക്കെടുപ്പിൻ്റെതായിട്ടുള്ള ഒരു നറുക്കെടുപ്പിൻ്റെതായിട്ടുള്ള സംഭവം ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അപ്പോൾ തന്നെ റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ വീഡിയോ ഭയങ്കരമായിട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കിടന്ന് കറങ്ങുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് അറിയിക്കാൻ വേണ്ടി വന്നതാണ്. ഞാനാണെങ്കിൽ ശരി, രേണു ചേച്ചിയും ശരി, അതിൻ്റെ ഡീറ്റെയിൽസ് ഫുള്ളായിട്ട് നമുക്ക് അതിങ്ങനെ ഒരു ഇഷ്യൂ നടക്കുന്ന ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു ഇഷ്യൂ നടക്കുന്നുള്ള കാര്യം ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ പേഴ്സണലായിട്ട് ഞങ്ങൾക്ക് രണ്ടാൾക്കാർക്കും അറിയില്ലായിരുന്നു. കാശ് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് തോന്നിയവാസത്തിനും പോയി അങ്ങ് നിന്ന് കൊടുക്കും അല്ലേ? അല്ല, എനിക്കതാണ് മനസ്സിലാവുന്നത്, നിന്റെ ഈ വർത്താനത്തിൽ നിന്ന് തന്നെ മനസ്സിലാവുന്നത്. എടാ, ഒരു കാര്യം ചെയ്യുന്നതിന് മുന്നേ അറ്റ്ലീസ്റ്റ് ഒന്ന് തിരക്കിക്കൂടെ? കൂടെ നിൽക്കുന്ന ഒരു അഞ്ച് പേരോടൊന്നും വേണ്ട, ഒരു 2 പേരോട് തിരക്കിക്കൂടെ? ഇതെന്താ സംഗതി? അല്ലാതെ കാശ് കിട്ടുമെന്ന് പറഞ്ഞ ഉടനെ ചാടി കയറി രേണുക്കുട്ടിയും മോനും കൂടെ ചാടി അങ്ങ് വീണു. ലാസ്റ്റ് എന്നിട്ട് അതെടുത്ത് പ്രൊമോട്ട് ചെയ്ത് ഞാൻ ഈ വിഷയവുമായി റിലേറ്റ് ചെയ്ത് ഓൾറെഡി വീഡിയോ ചെയ്തപ്പം, അതായത് ഇവരുടെ ഈ പ്രൊമോഷൻ പരിപാടിയായിട്ട് റിലേറ്റ് ചെയ്ത് വീഡിയോ ചെയ്ത് എനിക്ക് തോന്നുന്നു ഞാനത് ചെയ്ത് കഴിഞ്ഞ് അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഞാൻ നോക്കുമ്പോൾ ഇവരുടെ ചാനലിൽ നിന്ന്, ഇവരുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ നിന്ന് ഇവർ ആ പരിപാടി ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. കാരണം അത് കഴിഞ്ഞപ്പോഴായിരിക്കും രണ്ടും അറിഞ്ഞത് ഇത് പണി വരുമെന്നുള്ളത്. ഇങ്ങനെയുള്ള പരിപാടികൾ ചെയ്യുന്നതിന് മുമ്പ് കാര്യമൊന്ന് അന്വേഷിച്ചിട്ടും കണ്ടിട്ടും ഒക്കെ ചെയ്യുക. ഇല്ലെങ്കിൽ വന്ന് ഇതേ കണക്ക് നാണം കെട്ട് ക്ഷമ ചോദിക്കേണ്ടി വരും. ഇത് നാണം കെട്ടുള്ള ക്ഷമ ചോദിക്കാൻ മോനെ, അല്ലാതെ ആരും ഇത് അക്സെപ്റ്റ് ചെയ്യത്തില്ല. എനിക്ക് തോന്നുന്നില്ല ഇത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട്. കാരണം തിരക്കിട്ട് ഇവന്റെ വായിൽ നിന്ന് തന്നെ വീഴുന്നു, അബദ്ധം പറ്റി ഞങ്ങൾ തിരക്കിയില്ല. തിരക്കാതെ ഒരു കാര്യം ആരെങ്കിലും ചെയ്യുവോടാ? ജസ്റ്റ് ഒന്ന് ചോദിച്ചൂടെ ആരോടെങ്കിലും? കാശ് കിട്ടുമെന്ന് പറഞ്ഞ ഉടനെ എടുത്ത് ചാടി. ബാക്കി പിന്നെ നമ്മളെ വിളിച്ച ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ അടുത്ത് പറഞ്ഞത് അവരുടെ ആൾക്കാർ പറഞ്ഞാൽ അതിൻ്റെ അറിയുന്ന ആൾക്കാർ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് ആ വീട് എങ്ങനെയെങ്കിലും സെയിൽ ചെയ്യണം. അപ്പോൾ അതിനായിട്ടുള്ള ഒരു സംഭവമാണ്, ഒരു ഏർപ്പാടാണ് ഇപ്പോൾ നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇത് വേറെ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല, നിങ്ങൾ ജസ്റ്റ് വീഡിയോ എടുത്ത് തന്നാൽ മാത്രം മതി. കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞൊരു കാര്യമാണ്, എങ്ങനെയെങ്കിലും ആ വീടിന്റെ ഓണറിന് ആ വീട് തലേന്നൊന്ന് ഒഴിവാക്കണം. ഉടനെ രേണുവിനെയും പ്രദീപിനെ വിളിച്ചു, ലക്കി ഡ്രോ പരിപാടി അങ്ങ് സെറ്റ് ചെയ്തു. ഇതാണ് ഇവിടെ ഈ ലക്കി ഡ്രോ പരിപാടി വഴി നടക്കുന്നത്. കുറെ പേര് ഈ ലക്കി ഡ്രോയെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മറ്റേ തല തിന്നാൻ വരുന്ന കുറെ ആൾക്കാരുണ്ട്. അവരൊന്നും മനസ്സിലാക്കുക, ജനങ്ങളെ നിങ്ങൾക്ക് നല്ലത് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലത് ഉണ്ടായിക്കോട്ടെ എന്നും പറഞ്ഞ് ഒരുത്തനും ഇവിടെ ഒന്നും ചെയ്യത്തില്ല. മനസ്സിലായില്ലേ? അവർക്കും കൂടെ സ്വയലാഭം കിട്ടുന്ന എന്തെങ്കിലും പരിപാടിയെ ഇവിടെ ആൾക്കാർ ചെയ്യുള്ളൂ. അതെല്ലാവരും ഒന്ന് മനസ്സിലാക്കിയാൽ കൊള്ളാം. ഈ 500 രൂപ കൊടുത്താൽ മതിയല്ലോ, വീട് കിട്ടുമല്ലോ എന്നും പറഞ്ഞ് ചാടിക്കയറി പോയി കഴിഞ്ഞാൽ 8ന്റെ പണി കിട്ടും. ആ വീടിന് വേറെ എന്തെങ്കിലും കുഴപ്പമുള്ളതാണോ എന്ന് നമുക്ക് അറിയത്തില്ല. മനസ്സിലായില്ലേ? പിന്നെ ആ വീടിനെ ഞാൻ വളരെ വ്യക്തമായിട്ട് നോക്കിയിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞൊരു കാര്യമാണ്, പഴയ വീടാണ്, ഉടായ്പ പിടിച്ച എന്തോ ഒരു വീടാണ്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത് കേട്ടല്ലോ അവന്റെ വായിൽ നിന്ന് തന്നെ വീടിന്. നീ കഴിഞ്ഞ ദിവസം പക്ഷെ പ്രൊമോഷൻ നടത്തിയപ്പോൾ ഇതൊന്നും അല്ലല്ലോ പറഞ്ഞ്, ഗംഭീര വീട്, സൂപ്പർ വീട്, മറ്റേ വീട്. ആ വീട്ടുകാർക്ക് പൈസയ്ക്ക് ആവശ്യമുണ്ട്, ബുദ്ധിമുട്ടിലാണ് എന്നുള്ളൊരു വാക്ക് പോലും നീ മിണ്ടിയില്ലല്ലോടാ കഴിഞ്ഞ ദിവസം. നീ ആണല്ലോ കിടന്ന് കണ പറഞ്ഞുകൊണ്ടിരുന്നത്. രേണു അധികം സംസാരിച്ചില്ല, നീയാണ് സംസാരിച്ച മൊത്തവും. അടിപൊളി വീടതാണെന്നൊക്കെയാണ് ഇവൻ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ ആ വീട്ടുകാർക്ക് ബുദ്ധിമുട്ടുണ്ട്, നീ എന്താ അതൊന്നും മിണ്ടാഞ്ഞ്? അപ്പൊ പ്രോപ്പറായിട്ട് നാട്ടുകാരെ പറ്റിക്കണം. നിന്റെ ഇന്റൻഷനും അതാണ്, ഇവന്റെ ഇന്റൻഷനും അതാണ്, നാട്ടുകാരെ പറ്റിക്കുക. അതുകൊണ്ട് മാത്രമാണ് ഇവൻ കൂടുതലായിട്ടൊന്നും പറയാതെ ജസ്റ്റ് നൈസായിട്ട് കാര്യങ്ങൾ പറഞ്ഞങ്ങ് വിട്ടത്. എന്തായാലും ബാക്കിയും കൂടെ നിങ്ങളൊന്ന് കാണും. അതാണ് പറഞ്ഞായിരുന്നു. അപ്പോൾ അവരിനെ വിശ്വസിച്ചാണ് നമ്മൾ ആ സംഭവം പോയി ചെയ്തത്. പക്ഷെ ഇപ്പോൾ ഇത്രയും അതൊരു സംഭവം എന്നുള്ളത് നമ്മളൊരിക്കലും വിചാരിച്ചില്ല. ഞാനാണെങ്കിലും രേണു ചേച്ചി ആണെങ്കിലും വിചാരിച്ചില്ല. പക്ഷെ എന്തായാലും എന്തൊക്കെയായിരുന്നാലും തെറ്റിനെയാണ് നമ്മുടെ ഭാഗത്ത് അവർ തെറ്റ് പറ്റിപ്പോയി. പക്ഷെ നമ്മുടെ അടുത്ത് അവർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവരുടെ അവരുടെ സ്ഥലത്ത് അവരുടെ ആ ആൾക്കാർ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഭയങ്കര കടം കയറി നിൽക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് വന്നിട്ടൊരു വീഡിയോ നിങ്ങൾ ചെയ്തു തരണം എന്നായിരുന്നു നമ്മുടെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ പറഞ്ഞു ശരി, കുഴപ്പമില്ല, നമ്മൾ വന്നിട്ട് അത് ചെയ്തു തരാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് നമ്മളോട് എത്തിയത്. പക്ഷേ അവരപ്പോൾ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യം പറഞ്ഞാൽ വീഡിയോ
നമ്മളത് പറയണ സമയത്തും നമ്മൾ അവിടെ എത്തുന്ന വരെ നമ്മളടുത്ത് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോയിൽ അവരും നിൽക്കും. കാരണം ഇപ്പോൾ ആരാണോ പ്രോപ്പർട്ടി, ആരുടെയാണോ സ്ഥലം, അവർക്ക് ആ വയ്യാതിരിക്കുന്ന ആൾക്കാർ അവരാരാണോ അവരും വീടിന്റെ മുന്നിൽ നിൽക്കും എന്നാണ് നമ്മളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവിടെ എത്തിയ സമയത്ത് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ നിൽക്കുന്നില്ല, നിങ്ങൾ ജസ്റ്റ് എങ്ങനെയും ഒരു മിനിറ്റിന്റെ വീഡിയോ ജസ്റ്റ് ഒന്ന് എടുത്തു തരണം പറഞ്ഞു. വേറെ നമുക്ക് നിവർത്തി ഉണ്ടായിരുന്നില്ല. കാരണം അത്ര നേരം നമ്മളും വിചാരിച്ചത് അവർ നിൽക്കും എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇത് ഓക്കെ പറഞ്ഞിട്ട് നമ്മൾ പോയത്. പക്ഷെ അവർ പറഞ്ഞത് അവരവിടെ എത്തിയ സമയത്ത് നമ്മളടുത്ത് അവർ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞു. ശരി, എന്തായാലും വന്നതല്ലേ കൊണ്ട് നമ്മൾ വീഡിയോ എടുത്തിട്ട് നമ്മൾ എന്തായാലും ചെന്നതല്ലേ എന്നും പറഞ്ഞ് അങ്ങ് വീഡിയോ എടുത്തു കൊടുത്തോ? എന്തായാലും ചെന്നു, പൈസയെ മേടിച്ചു, അതുകൊണ്ട് വീഡിയോ എടുത്തു കൊടുത്തു. അങ്ങനെ പറ. ആർക്കും നല്ലതിന് വേണ്ടി നീയൊക്കെ ഫ്രീ ആയിട്ട് കാറും പിടിച്ചാകല്ല, ഫ്രീ ആയിട്ടെന്ന് നിന്റെ കയ്യിലെ കാശ് മുടക്കി കാറും പിടിച്ച് അവിടെ ചെന്ന് നീയൊക്കെ ചെയ്തു കൊടുക്കുവോ? കാശ് മേടിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ, ഇല്ലാതൊന്നും അല്ലല്ലോ. അതുകൊണ്ടാണല്ലോ ചാടിക്കേറി അങ്ങ് വീണത്. സത്യം പറഞ്ഞാൽ ആ വീട്ടുകാരൻ നൈസായിട്ട് നിങ്ങളെ രണ്ടിനെയും ട്രാപ്പ് ചെയ്തു. അവർക്ക് ഈ സാധനം ഇപ്പം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഇതൊരു പുതിയൊരു ബിസിനസ് പ്ലാനായി മാറിയിട്ടുണ്ട്. ഇവിടെ കുറെ എണ്ണങ്ങൾ ഉണ്ടാക്കിയ ഒരു പരിപാടിയാണിത്, ഈ ലക്കി ഡ്രോ എന്നും പറഞ്ഞു ഇവിടെ. ഇപ്പൊ അത് നല്ല രീതിയിൽ ഉഡായിപ്പായിട്ട് മാറിയിട്ടുണ്ട്. അതാണ് ഇവരുടെ ഒരു കേസിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. അതായത് മനസ്സിലായ ഒരു കാര്യം അത് തന്നെയാണ്. കാരണം ആർക്കെങ്കിലും ഒരാൾക്ക് വീടിന് എന്തെങ്കിലും ഒരു വീട് എങ്ങനെയെങ്കിലും വിൽക്കണം, പക്ഷെ ആ വീടിന് എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ട്, ഉടനെ ഇതുപോലുള്ള ഏതെങ്കിലും ഒരു ഇൻഫ്ലുവൻസറിനെ വിളിക്കുക, ലക്കി ഡ്രോ 500 രൂപ വീട് കൊടുക്കുക, 500 രൂപ വീട് കൊടുക്കുക, വീട് ഫ്രീ, 500 രൂപയ്ക്ക് നിങ്ങൾക്ക് വീടെന്ന് പറഞ്ഞ് ഒരു സാധനം അങ്ങ് ഇറക്കിയാൽ മതി. കച്ചവടം നടന്നു ഇവിടെ. മനസ്സിലായില്ലേ? ഇതുപോലുള്ള തട്ടിപ്പിൽ ദൈവത്തെ ഓർത്ത് ആരും പോയി വീടരുത് ഒരാളും. ഇനിയും ചിലപ്പോൾ ഇതുപോലുള്ള ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് വരും, ആ കുടുംബത്തിന്റെ പ്രശ്നമാണ്, ലക്കി ഡ്രോ നടത്തുകയാണ് എന്നൊക്കെ പറഞ്ഞ് ഇവിടെ കുറെ എണ്ണം വരാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അധികം വയ്യാതെ പോലീസ് കേസെടുക്കും, എല്ലാം അകത്ത് പോകും. കൂടാതെ നമ്മൾ ജനങ്ങൾ ഒരിക്കലും ഇതിനെ പ്രൊമോട്ട് ചെയ്യരുത്. ഉഡായിപ്പാണിത്. വീട് വിൽക്കണമെങ്കിൽ വേറെ എന്തൊക്കെ വഴികളുണ്ട്. ഒരു റിയൽ എസ്റ്റേറ്റ് ബ്രോക്കറിനെ കണ്ടങ്ങോട്ട് കൊടുക്കാം, പക്ഷെ നടക്കത്തില്ല. എന്തെങ്കിലും ഉഡായിപ്പുള്ള വീടാണെങ്കിൽ കച്ചവടം ആവത്തില്ല. പക്ഷെ ഇതുണ്ടല്ലോ, സോഷ്യൽ മീഡിയ വഴിയുള്ള ഈ ഒരു കളി, ഈ ഒരു ലക്കി ഡ്രോ കളി, ഇതിൽ നിന്ന് നല്ല കാശ് വരാം. അതാണ് പുതിയൊരു തട്ടിപ്പ്. ഈ സൈബർ അറ്റാക്ക് അല്ലെങ്കിൽ സൈബർ മറ്റേ ക്രൈം ഒക്കെ ഉണ്ടല്ലോ, സൈബർ എന്താണ് അതിനൊരു പേര് പറയുമല്ലോ, ഞാൻ മറന്നുപോയി. വാട്ട് ഈസ് ദാറ്റ്, ലൈക്ക് സൈബർ, നമ്മുടെ ഈ ഇന്റർനെറ്റ് വഴി കാശടിച്ച് മാറ്റുന്ന ഇത് അതിന്റെ വേറൊരു തട്ട്. അങ്ങനെയാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇതിലാരും പോയി വീട് എഴുത് പ്രൊമോട്ട് ചെയ്യാൻ സഹായിക്കരുത്. ഇൻഫ്ലുവൻസേഴ്സിനോടും കൂടെയാണ്. ഇങ്ങനെയുള്ള വള്ളികളൊന്നും പോയി പിടിക്കല്ലേ. അത്യാവശ്യം എല്ലാവരും അറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഈ രേണുവും ഇവനും ഒക്കെ ചുമ്മാ കാശിന്റെ പുറത്ത് തള്ളി അങ്ങോട്ട് വീണുകൊണ്ടാണ് ഈ പണി കിട്ടിയത്. ആരോടെങ്കിലും അന്വേഷിച്ചായിരുന്നെങ്കിൽ പോയി ഈ ഒരു പണിക്കകത്ത് വീഴത്തില്ലായിരുന്നു. ബാക്കിയും കൂടെ ഇവൻ പറയുന്ന കേട്ടോ. പോസ്റ്റ് ചെയ്ത് ഏറിപ്പോയി ഒരു 4-5 മണിക്കൂറിനുള്ളിൽ തന്നെ നമ്മൾ ആ വീഡിയോന്റെ ഗൗരവം മനസ്സിലാക്കി നമ്മളാ തെറ്റ് മനസ്സിലാക്കിയിട്ട് നമ്മളത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞായിരുന്നു. അപ്പോൾ ഇതാണ് സംഭവിച്ചിട്ടുള്ളത്. നമ്മൾ പേഴ്സണലായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ഇതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു. ഒരാളുടെ ഒരു വിഷമവും സങ്കടവും കേട്ട സമയത്ത് നമ്മൾ അത് ചെയ്തു കൊടുത്തതാണ്. അത് ഇത്രയും വലിയൊരു സംഭവങ്ങളാണ്, അല്ല ഇത്രയും കുറേ ആൾക്കാർ എന്നെ വിളിച്ചിട്ട് അതിന്റെ ഗൗരവത്തോടുള്ള കാര്യങ്ങൾ പറഞ്ഞപ്പോഴാണ് അതിന്റെ പ്രശ്നങ്ങളും അതിന്റെ ബാക്കിലുള്ള സംഭവങ്ങളെല്ലാം ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ എന്തായാലും ഞാൻ ക്ഷമിച്ചു. എൻ്റെ മോനെ, ആരുടെയെങ്കിലും അങ്ങ് വിഷമവും സങ്കടവും കേട്ട ഉടനെ നീ അങ്ങ് സഹായിക്കാൻ ഇറങ്ങി ചാടുവോ? എടാ പറയുന്നത് ഓക്കെ. പിന്നെ വേറൊരു കാര്യം, ഇവർ 4 മണിക്കൂർ കൊണ്ട് ആ വീഡിയോ ഡിലീറ്റ് ഒക്കെ ചെയ്ത് കേട്ടോ, അതൊക്കെ നല്ല കാര്യം. പക്ഷെ ആ വീഡിയോ ഇട്ട് ഇവരുടെ ആ പറച്ചിലിൽ നിന്ന് തന്നെ ഉറപ്പാണ് അത് ഉഡായിപ്പാണെന്ന് എല്ലാവരും പറയും. ഒരാളും മറ്റേ പാണ്ടിക്കാട് കുഞ്ഞാൻ്റെയൊക്കെ കേസിൽ അവന്മാർ ആ വീഡിയോ ഒക്കെ ഇട്ട് അതിന്റെ ലക്കി ഡ്രോ സമയത്താണ് ഉഡായിപ്പാണെന്ന് പറഞ്ഞ് നാട്ടുകാരെല്ലാം തിരിഞ്ഞത്. പക്ഷെ ഇവരുടെ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്ക് ഉഡായിപ്പാന്ന് മനസ്സിലാവും. പ്രത്യേകിച്ച് ഇവന്റെ മറ്റേ വലിയ വീരഗാഥ, അടിപൊളി വീടാണ്, സൂപ്പർ വീടാണ് ഗൈസ്, നിങ്ങൾ 500 രൂപ എടുത്ത് വീട് സ്വന്തമാക്കുക എന്നൊക്കെ പറയുന്ന കേൾക്കുമ്പോഴേ, പിന്നെ പ്രത്യേകിച്ച് ആ പുറയിൽ ആ വീടും ഉണ്ട്. ആ വീട് കാണുമ്പോഴേ അറിയാം ഒരുമാതിരി ഭാർഗവനാരായണൻ പിടിച്ച വീട്, അങ്ങനത്തെ ഒരു വീട്. അതാണ് അവൻ സൂപ്പർ വീടെന്നും പറഞ്ഞ് ഇറങ്ങിയത്. എന്തായാലും കയ്യിൽ നിന്ന് മക്കളുടെ പോയി. ഇനി അധികം നാട്ടുകാരെടുത്ത് വഴറ്റാതെ രക്ഷപ്പെടാൻ പറ്റിക്കഴിഞ്ഞാൽ അത്രയും നല്ലത്. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഇവന്റെ ഈ വീഡിയോ എനിക്ക് തോന്നുന്നില്ല അധികം ആൾക്കാർ കണ്ടിട്ടുണ്ടോ എന്ന്. എന്തായാലും കഥയും പറഞ്ഞ് ഇവൻ വന്നിട്ടുണ്ട്. രേണു ചോദ്യം വരത്തില്ല. രേണു ചോദ്യം പിന്നെ സ്റ്റാർ ആയല്ലോ, ചേച്ചിക്ക് അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല. ക്ഷമിക്കണം ജനങ്ങളെ, നിങ്ങളൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗുമ്മ് പോകത്തില്ല ചേച്ചിയുടെ. ഒന്നാമത് ആരെന്ത് ചൂണ്ടിക്കാണിച്ചാലും അവരുടെ തന്തയ്ക്കും പറഞ്ഞ് നടക്കുക ചേച്ചിയുടെ ഇഷ്ടം. എല്ലാം രേണു ചോദിക്ക് വേണ്ടി, എല്ലാം ചോദിച്ചേട്ടന് വേണ്ടി എന്നും പറഞ്ഞ്. എന്തായാലും വേറൊരു സാധനം ഞാൻ തുടക്കത്തിൽ കാണിച്ചു തന്നില്ലേ, അവിടെ ഇരുന്നോട്ടെ. ചേച്ചിയുടെ വൈകുന്ന തന്നെ വീടിനെ ചില സമയത്ത്. എന്താണെങ്കിലും വാട്ടവർ, കൂടുതലൊന്നും പറയാനില്ല. ആൾക്കാരെ, ജനങ്ങളെ, പ്രിയപ്പെട്ടവരെ,
പോയി ഇങ്ങനെയുള്ള ഉടായ്പിലൊന്നും പോയി തല വെച്ചേക്കല്ലേ. ഇനിയും വരും, ഉറപ്പാണ് ഞാൻ പറയുന്നത്. ഇനി ഇങ്ങനെയുള്ള ഓരോ സാധനം കൊണ്ട് ഓരോ ഇൻഫ്ലുവൻസേഴ്സ് ഇവിടെ ഇറങ്ങാൻ ചാൻസ് ഉണ്ട്. പോലീസ് ഇതിനെതിരെ ഒരു നിയമ നടപടി എടുക്കുന്നോളം വരെ ഇനിയും ഇങ്ങനെ ഓരോ പരിപാടി കൊണ്ട് ഓരോരുത്തന്മാർ ഇറങ്ങും. അത് വേറൊന്നും കൊണ്ടല്ല, കൂടുതൽ കാശിന്റെ ആക്രാന്തത്ത് ആ ഒരു സാധനം ഉള്ളതുകൊണ്ട്. ആക്രാന്തം, കാശിനോടുള്ള ആക്രാന്തം. 1 കോടിക്ക് വിൽക്കേണ്ട ഒരു വീട് ചിലപ്പോൾ 2-നും 3-നും ഒക്കെ പോകും. അപ്പൊ പ്രത്യേകിച്ച് ഈ ഒരു സാധനം വെച്ച് ഇങ്ങനൊരു സംഗതി നടക്കാം, ഇങ്ങനൊരു എന്താണ് ഒരു മാർക്കറ്റിംഗ് പരിപാടി നടക്കും, ഇതിനകത്തൂടെ കുറെ കാശ് ഉണ്ടാക്കാമെന്ന് മനസ്സിലാക്കിയ ആൾക്കാർ ഉറപ്പായിട്ടും ഇനി ഇതും കൊണ്ട് ഇറങ്ങും. ആരും പോയി തല വെച്ച് പണി മേടിക്കാതിരിക്കുക. എന്തിനാ വെറുതെ കയ്യിരിക്കുന്ന 500 ആണെങ്കിലും 1000 ആണെങ്കിലും കളയാൻ പോകുന്നത്? അതിന്റെ ആവശ്യമില്ല. അതും പാവങ്ങൾക്ക് കൊടുക്ക്, അത്രേ ഞാൻ പറയുള്ളൂ. ഇവനൊക്കെ ഈ ഉടായ്പ കൊണ്ട് ഇറങ്ങുന്നവനൊന്നും ഒരു പാവമായിരിക്കത്തില്ല. ഇവനൊക്കെ ഉള്ള കാശിനത് വിറ്റേച്ച് പോകാനുള്ളതിന് അവനൊക്കെ കൂടുതൽ ആക്രാന്ത്, അത്രേ ഉള്ളൂ. എനിക്ക് അങ്ങനെയാണ് കേട്ടോ മനസ്സിലായത്. പിന്നെ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് മറ്റേ സ്വിഫ്റ്റ് കാറിനും ഗോൾഡ് കോയിനും ബൈക്കും ഒക്കെ വെറുതെ ആയിരിക്കും കേട്ടോ, വെറുതെ ആയിരിക്കും. എനിക്ക് തോന്നുന്നില്ല. പ്രത്യേകിച്ച് ഇവന്മാർ പറയുന്ന ഈ പ്രദീപ് പറയുന്നത് കേട്ടില്ല, ആ വീടിന്റെ ഓണറിന് ഒരുപാട് കടബാധ്യതയുണ്ട്, അതുകൊണ്ടാണ് അവൻ ആ വീട് വിൽക്കാൻ നടന്നതെന്നും ഉള്ള കാര്യം ഇവൻ തന്നെ പറയുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കടബാധ്യത ഉള്ള ഒരുത്തന് എവിടുന്നാണ് ഈ സ്വിഫ്റ്റും ഈ ബൈക്കും ഈ ഗോൾഡ് കോയിനും ഒക്കെ നിങ്ങൾക്ക് തരാൻ ഉണ്ടാവുന്നത്? ഒന്നൊന്ന് ആലോചിച്ച് നോക്ക്, എങ്ങനെയായിരിക്കും എന്നറിയാവോ? ഇവൻ ആ വീട് ഇങ്ങനെ ഈ പരിപാടിക്ക് കൊടുത്തിട്ട് ഈ ലക്കി ഡ്രോയിന് ഈ ആൾക്കാർ കൂപ്പൺ എടുക്കുമല്ലോ, ഒരുപാട് കാശ് കിട്ടി കഴിയുമ്പം അവന്റെ വീട് അതിന് അവനൊരു എമൗണ്ട് ഫിക്സ് ചെയ്ത് കാണും, അതിൻ്റെയും ഇരട്ടി അവൻ ആ വീട്ടിൽ നിന്നും കിട്ടി. ബാക്കി വരുന്ന പൈസക്ക് അവൻ ഈ സാധനങ്ങളൊക്കെ മേടിച്ച് ചിലപ്പോൾ നാട്ടുകാർക്ക് കൊടുക്കും. അതാണ് ഉദ്ദേശിച്ചത്. ബാക്കി പൈസ കിട്ടിയില്ലെങ്കിൽ സെക്കൻഡ് പ്രൈസും തേർഡ് പ്രൈസും ഒന്നും കാണത്തില്ല. നാട്ടുകാർ ഇങ്ങനെ വായി വിരലിട്ടുകൊണ്ടിരിക്കേണ്ട വരും. ഉള്ള കാര്യം അത് തന്നെ. എനിക്കതാ മനസ്സിലായത് ഈ ഒരു വിഷയത്തിൽ. അതുകൊണ്ട് തന്നെ ആരും പോയി ഇങ്ങനെയുള്ള ഉടായ്പകളൊന്നും പോയി തല വെക്കാതിരിക്കുക. ഓക്കെ, ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ എന്താണെങ്കിലും പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആളുകൾ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. അടുത്ത വീഡിയോയ്ക്കായി സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയർഡ്.